പ്രസവം നമ്മുടെ പ്രഗ്നൻസി സീരീസിന്റെ മർമ്മഭാഗം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒരുപാട് ആളുകൾ ആ സീരീസ് ഫോളോ ചെയ്തു വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അല്ലേ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഉടനെ അങ്ങോട്ട് പ്രസവത്തിൻ്റെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു കുടുംബ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിവർഗത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിമിഷമാണ് പ്രസവം എന്ന് പറയുന്നത്. നമ്മുടെ ഓഫ്സ്പ്രിങ് ഉണ്ടാകുന്ന ഒരു നിമിഷം എല്ലാ ജീവികൾക്കും ഒരുപക്ഷെ ഈ ഒരു മൊമെൻ്റ് ആയിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ. ഒരുപാട് ഇമോഷൻസ് അല്ലേ. 10 മാസക്കാലത്തോളം ഗർഭിണിയായിരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഈ കുഞ്ഞിൻ്റെ വരവനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ കുടുംബം മുഴുവൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാത്തിരുന്നുണ്ടാകുന്ന കുഞ്ഞാണെങ്കിൽ ആ ഒരു വലിയ ഒരു വെയിറ്റിംഗ്. പിന്നെ സ്വാഭാവികമായിട്ടും അടുത്ത നമ്മുടെ തലമുറേനെ ഉണ്ടാക്കുന്നതിൽ ഇവല്യൂഷൻ്റെ തന്നെ ഒരു വലിയൊരു ഭാഗമുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് ഒരുപാട് ഇമോഷൻസ് കൊണ്ടുവരുന്ന ഒരു മൊമെൻ്റ് തന്നെയാണ് കുഞ്ഞുണ്ടാകുക എന്ന് പറയുന്നത്. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായിരിക്കും. നമ്മൾ മറ്റുള്ള പല സന്തോഷങ്ങളും വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. കല്യാണം, ബർത്ത്ഡേ, മാമോദീസ, സൈർലേപനം, ചരട് കെട്ട്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും പ്രസവം എന്ന് പറയുന്ന ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാര്യം ചിലപ്പോൾ ഒരു പക്ഷേ വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് പ്രസവം എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിങ്ങുണ്ടായ ഒരു സമയമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ എൻ്റെയും ഗോൾഡയുടെയും ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രിങ്ങുണ്ടായ ദിവസമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുണ്ടായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അല്ലേ അത് ഉണ്ടാവാൻ പോകുന്ന ആളുകൾക്കൊക്കെ ആ ഒരു മൊമെൻ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെന്താണ് നമ്മൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക എക്ടസി, ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷ മൊമെൻ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സന്തോഷ നിമിഷം നമുക്ക് മലയാളികൾക്ക്, ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ലോകത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എസ്പെഷ്യലി ഒരു ഭർത്താവിന് അല്ലെങ്കിൽ ഒരു മെയിൽ പാർട്ട്ണർക്ക് ഇതൊന്നും കാണാൻ പാടില്ല. അന്യം നിന്ന് ഇത് ആണുങ്ങൾ കാണേണ്ട ഒരു സംഗതിയല്ല, ഇത് പെണ്ണുങ്ങൾ മാത്രമാണ് കാണാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വീട്ടിലെ ആൻറ്റിമാർ, നേഴ്സുമാർ മാത്രം കാണേണ്ട ഒരു സംഗതിയാണ് എന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കാര്യമല്ല, ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ഒരു അച്ഛനും അമ്മയാകുന്ന നിമിഷത്തിൽ ഒരു ഭാര്യ ഗർഭിണിയായി പ്രസവിക്കുന്ന അതേ ഇമോഷനിലൂടെ ഒരു ഭർത്താവ് കടന്നു പോകുന്ന സമയത്ത് ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ കുഞ്ഞുമായിട്ടുള്ള അച്ഛൻ്റെ ബോണ്ടിൽ അത് എത്ര കണ്ട് അതിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ യു നീഡ് ടു ബി ദെയർ. എന്ന് മാത്രമല്ല, ഒരു സ്നേഹമുള്ള കുടുംബത്തിലാണെങ്കിൽ, ഒരു സ്നേഹമുള്ള ഭാര്യ ഭർത്തൃ റിലേഷൻ ആണ് എങ്കിൽ ആ സമയത്ത് ഒരു ഭാര്യയ്ക്ക്, അതിപ്പോൾ സി സെക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ, ഭാര്യയ്ക്ക് വേണ്ട എല്ലാവിധ മോറൽ സപ്പോർട്ടും കോൺഫിഡൻസും കൊടുക്കാൻ പറ്റിയ ഭർത്താവിനോളം പറ്റിയ ഒരാൾ വേറെ ഇല്ല. ഗ്യാരണ്ടി ഞാൻ പറയണേ. എ ഹസ്ബൻഡ് ക്യാൻ പ്രൊവൈഡ് യു എവറിത്തിങ് ഓൺ ദാറ്റ് ഡേ. അറിയാതെ പോലും അവർ ഏത് കൈ ഉണ്ടെങ്കിലും നമ്മുടെ കൈയും നമ്മുടെ ശരീരവും കയറി പിടിക്കുക ആ നിമിഷം. അത്രയും ഇമോഷണൽ ബോണ്ടുള്ള ഒരു വല്ലാത്തൊരു സ്ഥലമാണ് ഈ പ്രസവ മുറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രസവം നടക്കുന്ന മുറിയാണെങ്കിലും കാടാണെങ്കിലും ഏത് ഭാഗമാണെന്ന് വെച്ചെങ്കിലും എ ഹസ്ബൻഡ് ക്യാൻ പ്രൊവൈഡ് യു അലോട്ട്. അവിടെ നിന്നും നമ്മളതിനെ തള്ളി നിർത്തിയിട്ടുണ്ട്. ആ തള്ളി നിർത്തൽ നമ്മൾ പണ്ടോട്ടെ അമേരിക്കയിലൊക്കെ പോയിട്ടുള്ള അല്ലെങ്കിൽ ലണ്ടനിലൊക്കെ പോയിട്ടുള്ള പല നമ്മുടെ അങ്കിൾമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ ഈ മുറിയിൽ പോയിട്ടുണ്ടെന്നൊക്കെ. അന്ന് മുതലേ എനിക്ക് ഈ നമുക്കൊരു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് അവിടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുള്ള പല ആണുങ്ങളും, ഇപ്പോൾ ഇന്ന് ന്യൂസിലാൻഡിലൊക്കെയുള്ള 99% ആണുങ്ങളും വിറ്റ്നസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് എല്ലാവരും തന്നെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾ അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്പർ 1 നിങ്ങളാണ് അവിടെ വേണ്ടത്. ഉറപ്പായിട്ടും അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു കാര്യവും ഭാര്യ ഭർത്താവിന് ഇപ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ തന്നെ അവിടെ സപ്പോർട്ടിന് ഫാമിലി ആരും ഇല്ലേ? ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് വെരി ഗുഡ് സപ്പോർട്ട് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എൻ്റർ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഞാൻ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് എൻ്റർ ചെയ്യാം. ഒന്ന്, ഈ വീഡിയോ ഇസ് നോട്ട് ഫോർ എവ്രി വൺ. ഇതെല്ലാവരുടെയും ചായയല്ല. അതായത് നിങ്ങൾ നമ്മുടെ കുക്കിംഗ് വീഡിയോയും അല്ലെങ്കിൽ ഹണ്ടിങ് വീഡിയോയൊക്കെ കണ്ടുവരുന്ന ആളുകളാണ് എങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെട്ട വീഡിയോയേ അല്ല. പല കൾച്ചറൽ സാധനത്തിനൊക്കെ വ്യത്യസ്തമായി ഇതെന്ത് കണ്ടൻ്റ് ആണെന്നൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇവിടുന്നേ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. കാരണം ഇതിൽ നമ്മൾ പ്രസവം,
പ്രസവ റൂമിലേക്ക് ഒരു സ്ത്രീ എൻ്റർ ചെയ്യണതും അവിടെ സിസേറിയൻ നടക്കണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നും. ആൻഡ് അങ്ങനെ തോന്നുന്ന ആളുകളാണ് എങ്കിൽ ദേ ഇവിടുന്ന് സ്കിപ്പ് ചെയ്യുക, പോവുക. ഇനി കാറ്റഗറി നമ്പർ 2 എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സർജറി പോലെയുള്ള കാര്യങ്ങളൊന്നും എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ ആ ഒരു പാനിക്കായിട്ട് അയ്യോ ഇതെന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നുണ്ടാവുക, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല. അപ്പോൾ ഇത് C-സെക്ഷൻ പ്രസവം നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റില്ല, അതായത് സർജിക്കൽ ഭാഗങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല, അല്ലാത്ത എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ കാണിക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. റെഡി നമ്മുടെ ക്യാമറ വുമൺ ഇന്ന് പ്രിങ്ങ് വന്നു കേട്ടാ. ഓക്കെ, പ്രിങ്ങ് അവിടെ നിന്ന് കൈ ഫോക്കസ് പോവും. ഹായ്, ഇപ്പോൾ ഫോക്കസ് നോക്കിയാൽ ഫോക്കസ് എടുത്തിട്ടെ പ്ലീസ്. ഓക്കെ, എൻ്റെ മുഖത്താണോ കണ്ണുള്ളേ? എൻ്റെ മുഖത്ത് തന്നെയല്ലേ പിന്നെ കണ്ണുകൾ ഒത്ത ഹെല്ലിസ്റ്റേ. ഓക്കെ, അപ്പോൾ 2025 ജൂലൈ 23 നമുക്ക് ശരിക്കും ഡ്യൂ ഡേറ്റ് വരേണ്ടത്. അതായത് നമ്മൾ പറയുന്ന പോലെ 10 മാസം അല്ലെങ്കിൽ 9 മാസം ഇത്ര ദിവസം അല്ലെങ്കിൽ 40ാമത്തെ ആഴ്ചയിൽ പ്രസവം നടക്കുകയാണെങ്കിൽ ജൂലൈ 25 നമുക്ക് ഡേറ്റ് വരേണ്ടത്. പക്ഷേ NCDA അതായത് ഒറ്റ പ്ലാസൻ്റെയും 2 കുട്ടികളും ട്വിൻസും ആയ കാരണം തന്നെ ഇവിടെ അല്ലെങ്കിൽ നാട്ടിൽ എവിടെയാണെങ്കിലും ഏതാണ്ട് 36ാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ തന്നെ പുറത്തേക്ക് എടുക്കും. അപ്പോൾ കിട്ടിയിട്ടുള്ള ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 25 നമുക്ക് ഡേറ്റ് കിട്ടിയത്. പക്ഷേ ഈ NCDA ആയതുകൊണ്ട് തന്നെ 33ാമത്തെ ആഴ്ച മുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് സ്കാനിങ് ഉണ്ടായിരുന്നു. ഈ ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ ഉണ്ടാവുമോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടാവുമോ എന്ന് നോക്കിയിട്ട്. അപ്പോൾ എല്ലാ 3rd ഡേയിലും ഇങ്ങനെ സ്കാനിങ് ഉണ്ട്, മറ്റുള്ള പല ചെക്കപ്പുകളും ഉണ്ട്. അങ്ങനെ ഒരു ചെക്കപ്പ് ഡേ ആയിരുന്നു 19ാം തീയതി, ജൂൺ 19ാം തീയതി ഇവിടെ ഒരു ക്ലിനിക്കിൽ. അപ്പോൾ ആ ചെക്കപ്പ് നടക്കുന്നതിൻ്റെ ഇടയിൽ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിൽ ഒരു കുഞ്ഞിൻ്റെ പ്ലാസൻ്റയിൽ നിന്ന് ഒരു കുഞ്ഞിലേക്ക് പോകുന്ന അംബിലിക്കൽ കോഡിലുള്ള ബ്ലഡ് ഫ്ലോയിൽ ചെറിയൊരു വേരിയേഷൻ കാണുന്നുണ്ട്. സോ നമ്മൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡോക്ടറിനെ പോയി കാണുന്നതായിരിക്കും നല്ലത്. പുള്ളി അവിടെ നിന്ന് സ്കാൻ ചെയ്തിട്ട് അപ്ഡേറ്റ് തരും എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ നേരെ ഇവിടുത്തെ നമ്മുടെ ഹോസ്പിറ്റലായിട്ടുള്ള മിഡിൽ മോർ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്നൊരു ഓൺ കോൾ ഡോക്ടറായിരുന്നു. പുള്ളി വന്ന് നമുക്ക് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ഒരു ചൈൽഡിന് ഉള്ള ഈ അംബിലിക്കൽ കോഡിലേക്കുള്ള ബ്ലഡ് ഫ്ലോയിൽ പ്രശ്നമൊന്നുമില്ല, മറ്റേ കുഞ്ഞിന് ചെറിയ ഒരു പ്രോബ്ലം കാണുന്നുണ്ട്, ഇനി ഒരാഴ്ച കൂടെ അല്ലേ ഉള്ളൂ, അപ്പം നമുക്ക് ആ ഒരു റിസ്ക് ഇനി ഒരാഴ്ചത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, അടുത്ത 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ പ്രിപ്പയർഡ് അല്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്, അതായത് പ്രസവത്തിന് പോവുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പക്ഷേ വീഡിയോനേക്കാൾ ഉപരി പ്രസവം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാണ്. വൈകുന്നേരം ആയപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു ഇന്ന് എന്താണെങ്കിലും സർജറി നടത്താനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് നൈറ്റിൽ വീട്ടിലേക്ക് പോക്കോ, രാത്രി 9 മണി വരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, അത് കഴിഞ്ഞാൽ നിൽ ബൈ മൗത്തായിട്ട് നാളെ രാവിലെ 7:30 ആകുമ്പോഴേക്കും വരണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 7:30 നമ്മൾ ഈ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഭക്ഷണം കഴിക്കാതെ തന്നെ ആശുപത്രിയിലെത്തി കഴിഞ്ഞിട്ട് അവർ ഈ പറഞ്ഞ കിടുതാപ്പുകളൊക്കെ വയറിൻ്റെ മുകളിൽ പിടിപ്പിച്ചൊരു കുട്ടിയുടെ മൂവ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാണ്. എങ്ങനെ കാണും? ഇരുട്ടിലേ കാണുള്ളൂ. എന്താ ഉള്ളി പറയുന്നത്? ഉള്ളിലൊന്നുമില്ലാത്തടത്ത് ഭൂരിഭാഗം ഇരുട്ട കാണാം. അതിനാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയാൻ കേട്ടിട്ടില്ലേ? There's nothing inside the black hole, but there is plenty inside. What a time to joke. What a time to joke. Eh? Peaky Blinders, eh? Fucking Peaky Blinders, eh? വിശക്കണുണ്ട്. വീട് എവിടെ? ചോദിക്ക്. ചത്തോന്ന് അറിയാൻ വന്നതായിരിക്കുമല്ലോ. ചോദിക്ക്. ചത്തോന്നറിയാൻ വന്നതാണോ? അല്ല, ഞാനും ജോജിയുമായിട്ട് അടിച്ചു പിരിച്ച്. ഈ പെട്ട് കുറച്ച് നേരത്തെ എനിക്ക് ഇതിൽ 4 മണിക്ക് എണീറ്റ് ഉറക്കം വന്നിട്ട് ഇനി എന്റെ പുറകെ കിടന്നോ? അവിടെ കിടന്നോളെ. എന്ത് ബെൽറ്റൊക്കെ തന്നിട്ടല്ലോ. ബ്ലൂ ബെൽറ്റ് വരെ ആയിട്ടുള്ളൂ. ഗോൾഡിക്ക് ബ്ലൂ ബെൽറ്റ് കിട്ടിയിട്ടുണ്ട് ഗായഫ്. ചന്ദ്രലേഖയില് ഒരു സീനില്ലേ, എന്തൊരു എന്തായിരുന്നു അത് ചന്ദ്രലേഖയില്? പിന്നെ എന്തൊരു പൂരിയെ ഷോർട്സ് ജട്ടിയില്ല. ചന്ദ്രലേഖയില് മറ്റേ ഇങ്ങനെ വലിച്ചിട്ട് സുകുമാരിയുടെ എന്തോ വലിച്ചു പോരില്ലേ മോഹൻലാല്?
എന്താ ചെട്ടിയുടെ അനുവദിക്കാത്തത്? അത് കഴിഞ്ഞ് ഇവർ മറ്റേ കത്തീഡ്രും അതും ഇതൊക്കെ ഇട്ടുണ്ടേ. ഓ നല്ല പേര്, മോളിക്കെയർ. മോളിക്കെയർന്ന് ഇതെന്തൊരു സാധനം? എൻ്റെ ഒരു വിരല് പോയി. ഇത് ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനല്ലേ? നീര് ഇതിങ്ങനെ ആക്കുമ്പോഴേക്കും നീ പെറും. വായന്ന് തെറിച്ചു പോയില്ലോ. എൻ്റെ വായനാ എൻ്റെ മൂട്ടിന്ന് വരെ പോയി ഇട്ടിട്ട്. അല്ല അവിടെ വരെ അല്ലല്ല, പുറ്റി വരെ കയറണം. അതിൻ്റെ പച്ച കണ്ട. ഞാൻ ഡോക്ടർ, നീ എന്നോട് പറയണ്ട കേട്ടോ. നീയൊക്കെ വെറുതെ കോളേജിൽ പോയി സമയം കളഞ്ഞിട്ട്. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടും. പൂമുത്തോളെ നീ പാട്ട് പാടല്ലേ? സങ്കടം വരുമോ? എന്താ പാടി? ആ മീൻ്റെ വായ പോലെ ഉണ്ട് ഇതിൻ്റെ കാലേക്കണ്ട. ഇതിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ ചോര വരുന്നത്? ഇത് ചോര നിൽക്കുകയാണല്ലോ ചെയ്യുക. ഹായ് സുകുമാരി, മറ്റേ നേഴ്സായിട്ട് പഴയ സിനിമകളിലൊക്കെ നേഴ്സുമാരുടെ കാലുമ്പോൾ സോക്സ്. കൊള്ളാം, അടുത്ത ക്രിസ്മസിന് ഇറക്കാം. റെഡിയാണോന്ന് ചോദിച്ചാൽ റെഡിയല്ല, വേറെ ഓപ്ഷൻ ഇല്ല. വാട്ട് യു മീൻ റെഡിയല്ല? അല്ല, സമയമാകുമ്പോൾ നമുക്ക് പേടിയാവില്ലേ, പിടിയൂറുള്ള അതും ഇതൊക്കെ. രാവിലെ 7:30ക്കാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഇന്ന് ജൂൺ 20-ാം തീയതി ന്യൂസിലാൻഡിലെ ഒരു വൺ ഓഫ് ദ ഫേമസ് പബ്ലിക് ഹോളിഡേയ്സ് ആണ്, മത്തരക്കി ഡേ എന്ന് പറയും. നമ്മുടെ നാട്ടിലെ വിഷു ഒക്കെ പോലെയുള്ള ഇവിടുത്തെ ഒരു വലിയൊരു ഡേ ആണ് ഇവിടെ മാറീസിൻ്റെ മത്തരക്കി ഡേ. ഈ മത്തരക്കി ഡേ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡോക്ടേഴ്സും ഒരുപാട് നേഴ്സസും ഇല്ല. അപ്പോൾ സ്റ്റാഫിങ് കുറവായതുകൊണ്ട് തന്നെ നോക്കിയേ, സർജറിക്ക് ആരൊക്കെയാണോ, അതായത് എമർജൻസി വരുന്ന ആളുകൾ തന്നെ സർജറി ചെയ്തിട്ടാണ് നമ്മുടെ കേസ് അന്ന് അറ്റൻഡ് ചെയ്യുള്ളൂ. രാവിലെ 7:30 മുതൽ ഇവർ ഓരോ കേസുകൾ വരുന്നത് കൊണ്ട് അതിന് പ്രയോറിറ്റി കൊടുത്ത് സെയിം ടൈം നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ അവർ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് ബ്രീത്തിങ് കാര്യങ്ങളുണ്ടോ മറ്റുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ കുഞ്ഞിന് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഹോൾഡ് ചെയ്ത് ഉച്ച തിരിഞ്ഞ് 2:30 ആയപ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, മിഡ് വൈഫ് വന്നിട്ട് പറഞ്ഞു, ഇനി മിക്കവാറും സർജറി നടക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യണം, കാരണം കാലത്തോട്ട് IV ഒക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. മിക്കവാറും നാളെ രാവിലെ അതിരാവിലെ ഫസ്റ്റ് സർജറി ആയിരിക്കും നടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, നമുക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ട് എന്താണെങ്കിലും വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ശരി, റെഡി, നമുക്ക് നാളേക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനും ഗോൾഡിയും വീണ്ടും വെയിറ്റ് ചെയ്യാണ്. അന്ന് മൊത്തം എന്താ പറയുക, ഉറങ്ങുക, ഞാൻ ഭക്ഷണം കഴിക്കുക, ഗോൾഡ് ഡൗൺ IV ലൈൻ, എണീക്കുക, വീണ്ടും കിടക്കുക, അങ്ങനെ 7:30 മുതൽ 2:30 ഇതായിരുന്നു പരിപാടി. ഏതാണ്ട് 3:15 കഴിഞ്ഞപ്പോൾ ഗോൾഡ് പറഞ്ഞു, മോനെ എനിക്ക് ചെറുതായിട്ട് വയറിൻ്റെ അടിയിൽ ഒരു വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഒരു ക്രാമ്പ് പോലെ വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കുന്ന കാരണം തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഈ വേദന കൂടാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ മിഡ് വൈഫിനെ വീണ്ടും വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരി വന്നിട്ട് വീണ്ടും കുറേ തുണിയൊക്കെ പിടിപ്പിച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞേ, ഇത് ലുക്സ് ലൈക്ക് പുള്ളിക്കാരി ലേബറിൽ ആണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഉടനടി ഡോക്ടറെ തന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് കുറച്ച് നേരം വയറിൻ്റെ മുകളിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞു, എക്സാക്ട്ലി ഇപ്പോൾ നിങ്ങൾ ആക്ച്വലി ലേബർ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര കൗതുകമായി, കാരണം ഡേറ്റ് ഇന്നല്ല, ജൂലൈ 23-ാം തീയതിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം നമ്മൾ സർജറിക്ക് വന്ന സമയത്ത് എങ്ങനെയാണ് ലേബർ വരണതെന്നാണ് പെട്ടെന്ന് ചിന്ത പോയത്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചേ, ഇതെന്താ ഇപ്പം ഇങ്ങനെ ലേബറിലേക്ക് പോകാൻ കാരണം എന്ന് വെച്ചാൽ പുള്ളി പറയണത് അത് ക്യാൻ ബി എനിത്തിങ്. കാരണം ഇന്നലെ പുള്ളിക്കാരി ഭക്ഷണം നിർത്തി IV ലൈനിലേക്ക് പോണു, ഈ റൂമിനകത്ത് അടച്ചിട്ട് ഇങ്ങനെ ഒരു എൻവയോൺമെൻറ്റിൽ ഇരിക്കുന്നു. മേ ബി ചിലപ്പോൾ ബോഡി ചിന്തിക്കുന്നുണ്ടാവുക, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടുക എന്നുള്ള ചിന്തയൊക്കെ, ബോഡിയിൽ ഹോർമോണുകൾ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുക എന്താ അല്ലേ. അതായത് അമ്മയ്ക്ക് ഒരു ത്രെട്ട് ഉണ്ടാകാൻ പോകുന്നു, കുഞ്ഞുങ്ങൾ പുറത്തേക്കൊക്കെ വരാം എന്ന രീതിയിലൊക്കെ ലേബർ സംഭവിക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ഇന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ലേബറിലേക്ക് പോകാൻ പറ്റില്ല, ഉടനടി സർജറി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോയിട്ട് അനസ്തെറ്റിക്സിനെയും ഡോക്ടറിനെയൊക്കെ വിളിച്ചിട്ട് വരികയാണ്. ഇനി ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന ഭാഗം ഞാനൊരു സൈഡിൽ ക്യാമറ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, മാർക്കറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഇൻഷുറൻസ് പേപ്പറിന് സൈൻ ചെയ്യണമെങ്കിൽ മുന്നേ കുറേ കാര്യങ്ങൾ എഴുതി കൊടുക്കുമല്ലോ. നമ്മളിതൊന്നും ശ്രദ്ധിക്കാണ്ട് ഇൻഷുറൻസ് പോയിട്ട് എടുക്കും, പിന്നീട് എന്തെങ്കിലും പുലിവാലുണ്ടാകുമ്പോൾ ഇവർ ഈ സംഭവങ്ങളൊക്കെ കാട്ടിത്തരും. അതുപോലെ തന്നെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും സർജറിക്ക് മുന്നേ ഉള്ള ഒരു കാര്യം, സർജറിക്ക് ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളെയും കാര്യങ്ങളെയും ഇവർ വന്നിട്ട് നാട്ടിലത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണോ, ഒരു പേപ്പർ നിങ്ങൾക്ക് വെറുതെ കൊണ്ട് കാണിച്ച് തരികയാണോ എന്നറിയില്ല. ഇവിടെ അത് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അക്കമിട്ട് പറയും. ആ അക്കമിട്ട് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒരു ഓഡിയോ ആയിട്ട് തന്നെ, പുള്ളി പറയേണ്ടത് പുള്ളിയുടെ മുഖം കാണിക്കാണ്ട് ഒരു സൈഡിൽ ഞാൻ ക്യാമറ വെച്ചിരിക്കുകയായിരുന്നു.
അത് ഞാൻ അതുപോലെ തന്നെ കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് അത് എന്താണ് പറയണതെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. Bleeding is another risk factor during delivery. Now, sometimes we may need to give the body extra medicines to settle the bleeding. If we're unable to, if the medicines are not working, then we do an extra stitch on the uterus to try and compress it down. If that fails, worst case scenario, we may require to remove the entire uterus to save your life. Very, very unlikely, but it's important that we have it's less than a 1% chance from happening. Yeah. We would only do that if we're worried about your life. And infection is another risk, so we give you really strong antibiotics in the operating room and then after in recovery as well. Now, women who go through a cesarean section are at risk of developing blood clots in their legs. So after delivery, we'll also give you a blood thinner injection for 10 days. And that's something that you can learn and take home yourself. Because sometimes these blood clots can develop, travel all the way to your lungs and make it very difficult for you to breathe. Socks are good. Injection, even better. Now, because of the area that we're working in, there's also other organs around babies that we need to be quite mindful of. And so sometimes in an emergency, those organs can get damaged, such as bowel, bladder, urine jets. If any injury was to happen, we fix it, we let you know, and we come up with a really good recovery plan. Also very unlikely. And any questions so far? It's very, very unlikely, but sometimes baby can be damaged with a little cut or bruising, just on the impact of delivery. Yeah. And would you like your placenta returned to yourself? Yes. Yeah. No. Any questions? No. And the off-case chance that you may require a blood transfusion, very unlikely. Is that something you'd be happy to receive? Yeah, if I need, Yeah, perfect. So just over there next to the star. There is no other choice, right? Correct. Some people have cultural or religious beliefs not to have blood transfusions. എന്ത് ഭംഗിയായിട്ടാണല്ലേ പുള്ളി നമ്മുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ കേട്ട് കാണും. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണെന്നുള്ളത്. എന്താണ് ഒരു സർജറിക്ക് കൊണ്ടുപോകുന്നതിനേക്കാളും മുന്നേ സ്വാഭാവികമായിട്ടും അനസ്തേഷ്യ, പല ടൈപ്പ് ഓഫ് അനസ്തേഷ്യ, ജനറൽ അനസ്തേഷ്യയും അതുപോലെ തന്നെ നട്ടലിന് കൊടുക്കുന്ന അനസ്തേഷ്യ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് ഒരുപാട് റിസ്ക്കുകളുണ്ട്. പ്രത്യേകിച്ച് നട്ടലിന് കൊടുക്കുന്ന സമയത്ത് ഈ കുത്തുന്ന സമയത്ത് ഞരമ്പൊക്കെ മാറി കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ പാരലൈസ്ഡ് ആവാൻ ചിലപ്പോൾ ആൾ വരെ തട്ടിപ്പോവാം. ഈ കാര്യങ്ങളൊക്കെയാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സർജറി എന്ന് പറയുന്നത് നമ്മുടെ ബോഡി പൂർണ്ണമായിട്ടും നമ്മളൊരു ഡോക്ടറിനെ അല്ലെങ്കിൽ 1-2 ഡോക്ടർമാരെയും നഴ്സുമാരെയും ഹോസ്പിറ്റലിനെയും നമ്പിയിട്ടാണ് നമ്മളവിടെ നമ്മുടെ ബോഡി ഏൽപ്പിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അവർ മനുഷ്യരാണ്, യന്ത്രമൊന്നുമല്ല. യന്ത്രത്തിനും മിസ്റ്റേക്ക് പറ്റാം, മനുഷ്യനും മിസ്റ്റേക്ക് പറ്റാം. എന്ന് മാത്രമല്ല ഈ കിടക്കുന്ന ആൾ ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്താണ് ഇവർ പറയുന്നത്? ബ്ലേഡ് വയ്ക്കുന്ന സമയത്ത് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവാം. എസ്പെഷ്യലി യൂട്രസിൻ്റെ മുകളിൽ കട്ട് വരുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളത് സ്റ്റിച്ച് ഇട്ടിട്ട് ശരിയാക്കാൻ നോക്കും. ശരിയാക്കാൻ നോക്കുന്ന സമയത്ത് അത് വീണ്ടും ശരിയായിട്ടില്ല വെച്ചെങ്കിൽ നിങ്ങൾക്ക് ലൈഫിന് അപകടം ഉണ്ടാകുന്ന സമയമാണ് എങ്കിൽ ചിലപ്പോൾ ആ യൂട്രസ് മുഴുവനും റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. എന്ന് മാത്രമല്ല പ്രസവ ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാം. നിങ്ങൾ അധികം മൂവ്മെൻറ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇവിടെ ന്യൂസിലാൻഡിൽ തന്നെ ഇടയ്ക്ക് ഒരാൾ മരിച്ചുപോയി. അതിനുശേഷം ഈ ഒരു ബ്ലീഡിങ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ബ്ലഡിനെ നേരിപ്പിക്കുന്ന നമ്മുടെ ഈ ക്ലക്സൈൻ എന്ന ഒരു ഇഞ്ചക്ഷൻ്റെ പേര്, ആ ഇഞ്ചക്ഷൻ പ്രസവശേഷം എടുക്കേണ്ടതായിട്ട് വരും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൂടുതൽ എമർജൻസി ഉണ്ടാവുകയാണെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ആ സമയത്ത് യുക്തിപരമായിട്ടുള്ള സാഹചര്യങ്ങളിലോട്ട് ഞങ്ങൾക്ക് നീങ്ങേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾ ഒരു പക്ഷേ റയർ ചാൻസിൽ ഒരാളുടെ ജീവൻ തന്നെ അപകടമാകുന്ന രീതിയിലുള്ള ഒരു പരിപാടിയിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. ബ്ലേഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പക്ഷേ കുഞ്ഞിന് കട്ടുണ്ടാവാം. ആ കട്ട് ആ സമയത്ത് യുക്തിപരമായ രീതിയിൽ അല്ലെങ്കിൽ സയൻസിൻ്റേതായ പൂർണ്ണമായ എല്ലാ രീതികളിലും നമ്മൾ പോകുന്നതായിരിക്കും. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാനും ഗോൾഡ് ഏറ്റവും അവസാനം ഡു വി ഗെറ്റ് എ ചോയ്സ്? യു ഡോണ്ട് ഗെറ്റ് എ ചോയ്സ്. നമുക്ക് ചോയ്സ് ഇല്ല. ചോയ്സ് എന്താണ്? അല്ലെങ്കിൽ നമ്മൾ 1 മാസം കഴിഞ്ഞിട്ട് സാധാരണ പ്രസവിക്കുക എന്നിട്ട് ഒറ്റ ചോയ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റിസ്ക് എന്ന് പറയുന്ന ഒരു ഭാഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ്. നമ്മൾ പലപ്പോഴും ഇത്
സൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സൈൻ ചെയ്ത് കൊടുക്കുകയും പിന്നീട് എന്തെങ്കിലും ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ തല്ലി പൊളിക്കുകയും ഡോക്ടർ തല്ലി പൊളിക്കുകയും പരിപാടിയുണ്ട്. ഇവിടെ ഇതിന് മുന്നത്തെ പ്രസവത്തിലാണെങ്കിലും കോടയുടെ കേസിൽ യൂട്രസിന് ഏതാണ്ട് 10-13 സെൻറ്റിമീറ്റർ എക്സ്ട്രാ കട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് അവർ അപ്പം തന്നെ പറയുകയും ചെയ്തു, വാട്ട് വി ക്യാൻ ഡു അബൌട്ട് ഇറ്റ്, യു ക്യാനോട്ട് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, ആ സമയത്ത് യുക്തിപരമായ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരെ വിശ്വസിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് കേൾക്കുക എന്നുള്ളത്. ഈ പറഞ്ഞ ഈ ബസ് കിട്ടുന്ന സമയത്ത് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ബസ് കിട്ടിയിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലേ? ഞാൻ എവിടെ എന്തെങ്കിലും അർജൻറ്റായിട്ട് പോകുന്ന സമയത്ത് ബസ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന പോലെ ഈ ബസ് കിട്ടാത്ത കാര്യം മാത്രമേ നമ്മൾ ഓർത്ത് വയ്ക്കുള്ളൂ. ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു സർജറി നടന്നു കഴിഞ്ഞ സമയത്ത് സർജറിയിൽ മരിച്ച കണക്കുകൾ മാത്രം പറയുന്നേക്കാളും ഉപരി നമ്മൾ ആലോചിക്കേണ്ടത് കോടാനുകോടി സർജറികളും പ്രസവങ്ങളും കഴിയുമ്പോഴാണ് അതിൽ ചിലപ്പോൾ ഒരു ഡെത്ത് നമ്മൾ കേൾക്കുന്നുണ്ടാവുക. ആ ഡെത്തിനെ വളരെ ഉയർത്തിപ്പിടിച്ച് ഹോസ്പിറ്റലുകൾ തല്ലിപ്പൊളിക്കുന്നതിനും ഡോക്ടർമാരെ തല്ലിപ്പൊളിക്കുന്നതിനും പകരം ഇഫ് യു ഗീവ് ഇനഫ് കോൺഫിഡൻസ്, നമ്മുടെ ഡോക്ടർ പറഞ്ഞപ്പോൾ യു ഡു, വി ട്രസ്റ്റ് യു എന്ന് പറയുന്ന ആ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, അതാണ് അവരെ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസിലേക്ക് എത്തിക്കുന്നത്. സോ ഇതിനു മുന്നേ അപകടം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സർജറിയിൽ, ഇനിയും അപകടം ഉണ്ടാവാം. സോ അത് കൺസേൺ ആയിട്ടുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾ ഈ സമയത്ത് അവരോട് പറയും നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളത്. ഞാൻ അതിൻ്റെ അർത്ഥം ഒരു ഡോക്ടർ വന്നിട്ട് തോന്നിയ പോലെ സർജറി ചെയ്തിട്ട് ഒരാളെ വെട്ടിത്തള്ളി ഉപദ്രവം ഉണ്ടാക്കിയെന്നല്ല. അങ്ങനെ ഒരു മനുഷ്യനും ചെയ്യില്ല. റയർ കേസുകളൊക്കെ 1-2 ഉണ്ടായിരിക്കാം. ബട്ട് സി ദാറ്റ് ഈസ് ദ കോൺഫിഡൻസ് നമ്മൾ ആസ് എ ഒരു ജനം എന്ന രീതിയിൽ നമുക്ക് അവരുടെ അടുത്തും ഒരു എന്താ പറയുക ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. സോ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് കൂടെ പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ ആ പേപ്പർ സൈൻ ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ സർജറി മുറിയിലേക്ക് എൻ്റർ ചെയ്യണത്. If you don't mind pushing one of the... Oh, I don't mind. Yeah? Of course. That way, if there's a delay or anything, each baby can be assessed as they're born. Okay. And Nikki will call the I grab one, pediatric right? specialist. That's a great privilege for me to grab. Yeah, you want to carry that one? Yeah, I was gonna move it out the way. Move them out of the way to the bed come out. And then go. I put everything in there, you don't need... Yeah, good. Thank you. കുട്ടിയുടെ കിടത്താനുള്ള ഒരു തൊട്ടി എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. എന്താ ഗോൾഡ് പെട്ടെന്ന് ഭയങ്കര കരച്ചില്ല അല്ല കൊണ്ടേ ഇതൊക്കെ താങ്ക് യു. Girl as well. Oh, 3 girls now. 3 girls. The mom of 3 girls now. Yes. And me? You're losing. Yeah, I lost. You're the only one. Boy. Next year we Next make year? another one. Yeah. Another one? Of course. Are you sure? Of course. Where is it salt in your tummy? Yeah, that's okay. You know what? That's going to go numb in about 2 minutes. You'll just find that. Okay. So there's another word you can but you You've got the arm board there. all good. Happy? Yep. ഇതൊക്കെ ഇതൊന്നും അറിയില്ല ബേബീനെ എടുക്കുന്നു കേട്ടോ. ഓക്കെ ഞാൻ എനിക്ക് കാണിച്ചു തരാം. 2 ആളിനെ കാണിച്ചു തരാം കേട്ടോ. തുടങ്ങിയ He's doing a test for you, Evan. തുടങ്ങുമ്പോൾ പറയും. You guys are fast. നീ ഒന്നും അറിയുന്നില്ല. എല്ലാം അറിയില്ല. പിങ്ങോന്റെ പോലെയല്ല, കുഴപ്പമൊന്നുമില്ല, നല്ല വലിപ്പുണ്ട്. Which one is that? Left or right? Honestly, it's really difficult to tell. That was that Very left nice. baby. Happy birthday, left baby. Yes, Left. that is the left baby. Good. So now we need to... What's the easiest part for babies to do? And it's going to be much
ഞാൻ പോയിട്ടില്ല ചേട്ടാ അങ്ങോട്ടേക്ക്. മറ്റോളെ ഞങ്ങൾ എടുത്തിട്ട് പോവാം. Like as in if we need to or you can assume. ദാവസ് ലെഫ്റ്റ് എന്നല്ലേ പറഞ്ഞേ? എസ്മേനെ എടുത്തപ്പോൾ ആദ്യം എസ്മേ ഫസ്റ്റ്. Oh, yes, please. Oh, yeah. It's quite a short cord. Oh, it's okay. Hello. Welcome, Baba. I just go in on. Yeah, that's okay. അവൾക്ക് കോഡ് കട്ട് ചെയ്യാൻ മാത്രമേ ഇല്ല കോളുടെ. നല്ല രസമുണ്ട്. Just tracking down baby number 2 now. വലുപ്പമൊക്കെ ഉണ്ടല്ലേ, കുഞ്ഞൊന്നുമല്ല. Now we'll find one. നിറച്ച് വെള്ളം. Okay, so we've got a bum, so the head's still over here. Yep. No, you're going to come bum first. വരുന്നുണ്ട്. Come on back. Hello, cutie. Coming out in reverse. Here we go. അത് അപ്പിട്ട് പക്ഷേ എടുത്തപ്പോ പിമ്മിന്റെ കൂട്ടുകാരിയാ. അത് അത്ര തന്നെ വലുപ്പുണ്ട്. Nicely. One up. Okay, guys. A little push for me, please. Yeah, there you go. Hi, sweet. Hi, beautiful. Now the second baby always takes a little bit more time to wake up. Yeah. You're so cute. Yeah. Oh. Oh, look how cute you are. വായന്ന് മൂക്കിന്നൊക്കെ Have some dry swabs, please. And look at the legs. I think Breathe you've been in that in position for a while. Thank you. And Doing the split. താങ്ക് യു. Look at you, such a cute Oh. Look, I want dad. I want my dad. Yeah, I'm here, honey. I want my mommy. Oh no. Oh. Okay. Okay. Oh, there you go. Your sibling is sleeping now too. കാണിച്ചിട്ടില്ല. Okay, do you want to do this one? Right. I just like to keep them warm. Absolutely. Oh, excuse me. That's my swab. You can't take this. Boom. Oh, Les, hold on. Let me get in a better position. Wait for it. I can't go any higher. You see now? Thank you. Oh, come with Auntie Esther. Come this way. You okay now? Beautiful. ഞാൻ ഒന്ന് പോയിട്ട് നോക്കിട്ട് വരട്ടെ. Go. Come on, baby. Okay. Hello. Hi, Papa. Hi. Congratulations. Thank you. Hey, hello. Can I touch you? Yeah, absolutely. Just wipe it down a little bit. We'll weigh here in just a moment. Yeah. So if you have your camera ready, So this is baby B, right? this is baby one, the first one. This is Esme. Esme. Beautiful name. Yeah. Esme. So temporarily. Esme, can you hear? Your sister crying from the other side. Can you hear? Great. Can you? Smart pocket. Actually, can you push her up on your side? It'll just be a bit easier. 1.5, so nearly 250 grams. 2, 3, 1, 5. Oh, beautiful. That's good. Good on. Perfect. ഞാൻ ആലോചിക്കുകയാണ്, ഇതൊരു സർജറി മുറിയാണ് എന്ന് തോന്നുന്ന ഒരു നിമിഷവും ഉണ്ടായിരുന്നില്ല. ഗോൾഡയുടെ മുഖത്തേക്ക് നോക്കണ ഒരു സമയം മാത്രമായിരുന്നു എനിക്കൊരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാരണം പുള്ളിക്കാരി പെയിനിലാണോ എന്താണ്, കുറേ അല്ലേ അവർ ഒരുപാട് ഇമോഷണൽ ഇതിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും, സർജറി നടക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു ഭാഗം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന നിമിഷം ഡോക്ടർമാരുടെ വർത്തമാനങ്ങൾ, നഴ്സുമാരുടെ വർത്തമാനങ്ങൾ ആൻഡ് എ ബിഗ് താങ്ക്സ് ടു ദ ഹോൾ ടീം. നമ്മുടെ സർജറി കണ്ടക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മിഡിൽമോർ ഹോസ്പിറ്റലിലെ ഓൾ ഓഫ് യു ഗൈസ് ഡിഡ് എ ഗ്രേറ്റ് ജോബ് ടിൽ ടുഡേ. താങ്ക് യു വെരി മച്ച്. എന്ന് മാത്രമല്ല, ലോകത്തിൽ ഡോക്ടർമാരായിട്ടുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ എവ്രി വൺ, എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഒരു കുഞ്ഞുണ്ടാവുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ ഇനി അതർ കാര്യങ്ങളെ അപേക്ഷിച്ചിട്ട് ഒരു കുഞ്ഞുണ്ടാവുന്ന ഒരു മൊമെൻ്റ് ആയതുകൊണ്ട് ഇത് നമ്മളെന്നെ ഭയങ്കര ജനറ്റിക്കലി തന്നെ എന്താ പറയുക ഒരു ഉന്മാദത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംഗതിയായ കാരണമായിരിക്കാം അവരും സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാൾ വരുന്നു അല്ലെങ്കിൽ ഒരു പുതിയൊരു ആൾ ഈ വേൾഡിലോട്ട് കടന്നു വരുന്നു എന്ന രീതിയിലാണ് ഇത് സ്വീകരിക്കുന്നത്. ആൻഡ് സോ ഗുഡ്.
എന്ന് മാത്രമല്ല ന്യൂസിലാൻഡിൽ വേറെ പ്രത്യേകതയുണ്ട്. സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാസൻ്റ അല്ലെങ്കിൽ മറുകുട്ടി എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കും വേണമെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ഈ അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ എസ്മയുടെ ആദ്യം വന്ന അവൾക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല. ഏറയുടെ അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് പ്ലാസൻ്റയെ കുറിച്ച് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. കാരണം ആ പ്ലാസൻ്റ ആക്ച്വലി നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. ഇതാണ് പ്ലാസൻ്റ, എവിടെയാണ് കുഞ്ഞുങ്ങൾ ഇരുന്നിരുന്നത്. നല്ല ജെല്ലി, ഒട്ടും ഡ്രൈ അല്ല. What is this? The babies sit. Oh, baby sits inside. Mummy's side. Mummy's side. This is mommy's side. Yep. I'll show you. Mum. Yeah. Attached to mum. Oh, this side is attached to the mom. Yep. Yeah. So all the blood going from mum into babies. Yeah. Into placenta, through cord into babies. And you then have 2 cords. yes. See the sac. So these inside with baby. Oh, inside here. Yes. This is the membrane. Yes, that's Oh, right. beautiful. Yeah, amazing, right? It's good to see. Good to experience this. This is the way. Babies inside. Like that. ഇങ്ങനെയാണ് കേട്ടോ 2 ബേബീസ് ഇരിക്കുക ഇതിനകത്ത്. ഇത് അമ്മയുടെ ഭാഗത്ത് ടച്ചായിട്ട് ഇത് പുറത്ത്. ബ്യൂട്ടിഫുൾ. It is. It really is. And thank you Placenta for looking after our kids for last 8 months. Yeah, that's a mom. They can't watch the channel. Yeah, they for ആർക്ക് പ്ലാസൻ്റയ്ക്ക്. Yeah, but you should. Okay, പ്ലാസൻ്റ ഞാനിവിടെ ഫ്രീസറിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ അമ്മയ്ക്ക് മുന്നേയുള്ള അമ്മ. അവരെന്നെ 2 പേരെന്നെയും 9 മാസത്തോളം നോക്കിയ പ്ലാസൻ്റയാണ് ഇത്. ഇത് ഞാൻ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഇതിനെ വാക്യൂം പാക്ക് ചെയ്തിട്ട് ഇവിടെ എടുത്തു വയ്ക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു ഇത് എൻകാപ്സുലേഷൻ ചെയ്യുന്നുണ്ടോ, ഗുളികയായിട്ട് തിന്നുന്നുണ്ടോ എന്ന്. ഞാനിത് തിന്നാനൊന്നും പോകുന്നില്ല കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് മഹത്തരമൊന്നുമില്ല. കുറേ ആൾക്കാർ ക്ലെയിമൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇത് തിന്ന് ആനേനെ കിട്ടും കുതിരനെ കിട്ടും എന്നുള്ളത്. അതിനൊന്നല്ല. ന്യൂസിലാൻഡിൽ ഇത് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീടിൻ്റെ പിന്നിൽ കുഴിച്ചിടുകയും ഒരു ലെമൺ ട്രീ വെക്കുന്ന പരിപാടി വയ്ക്കുന്നുണ്ട് കൾച്ചറൽ പരമായിട്ട്. ഇത് അതിനൊന്നുമല്ല. ഇത് ഞാൻ വീട്ടിൽ വെറുതെ ഫ്രീസറിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇൻ ഫ്യൂച്ചറിൽ കുട്ടികളുടെ വല്ല ചികിത്സയ്ക്കൊക്കെ പറ്റുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഈ പ്ലാസൻ്റ ഇവിടെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അത് ഞാൻ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒരു ദിവസം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഫോക്കസ് ഒന്ന് കട്ട് ചെയ്തിട്ട്. ഇനി നമ്മുടെ 2 കുട്ടികളും എസ്മയാണെങ്കിലും ഏറെ ആണെങ്കിലും ഏതാണ്ട് സിമിലർ വെയിറ്റിലാണ് വന്നത്. ഒരാൾ ഏതാണ്ട് 2300 ഗ്രാം തൂക്കുണ്ടായിരുന്നു, ഒരാൾ 2240, 2250, ഒരു 50-60 ഗ്രാമിൻ്റെ വ്യത്യാസമാണ് ഇവർ 2 പേരും തമ്മിൽ ഉണ്ടായിരുന്നത്. പിന്നെ പ്രീ മെച്യൂർ ആണ്. അതായത് ജൂലൈ 23 പകരം ജൂൺ 20 ഏതാണ്ട് 5 ആഴ്ചത്തേക്ക് മുന്നേ തന്നെ വന്നതുകൊണ്ട് ഇവർക്ക് ചെറിയ ബ്രീത്തിങ്, നിങ്ങൾ ഇവരുടെ വയറുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇങ്ങനെ വലിക്കുന്നുണ്ടാവും. ഇവരുടെ ലങ്സ് ഫുള്ളി ഫോംഡ് ആയിട്ടില്ല. നമുക്കറിയാം ഏതാണ്ട് 37-38 ആഴ്ച ആകുമ്പോഴേക്കാണ് കുട്ടികളുടെ ലങ്സ് ഫുള്ളി ഫോം ആവുള്ളൂ. അതുകൊണ്ട് ഇവരുടെ മുകളിൽ ഈ എന്താ പറയുക, ഇവർക്ക് മറ്റേ ഓക്സിജൻ ഇവിടെ തന്നെ സി പാപ്പ്, നമ്മുടെ ഈ ആപ്നിയൊക്കെയുള്ള ആളുകൾക്ക് ഓക്സിജൻ കൊടുക്കുന്ന പോലെ തന്നെ ഇവർക്കൊരു ഓക്സിജൻ്റെ ചെറിയൊരു സംഭവം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓക്സിമീറ്ററും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചന്ദ്രനിലേക്ക് പോകുന്ന കുട്ടികളുടെ പോലെ ഇവരിയ്ക്കണേ. അപ്പോൾ ഞാൻ ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചാൽ എന്താണ് കുട്ടികൾക്ക് പറ്റിയെന്നുള്ളത്. ഒന്നുമില്ല, പ്രീ മെച്യൂർ ആയതുകൊണ്ട് ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒരുപാട് മുലപ്പാൽ കുടിക്കാനോ അല്ലെങ്കിൽ സാധാരണ കുപ്പിയിൽ നിന്ന് പാല് കുടിക്കാനോ അധികം ചെയ്യുന്നില്ല. അതൊക്കെ നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ചെറിയൊരു ട്യൂബും മുക്കി കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി പ്രിങ്ങുവിന് കുട്ടികളെ കാണുന്ന അവസരം തന്നെ കേട്ടോ, അല്ലേ പ്രിങ്ങോ? You want to kiss them? Who's this? Esme. You want to kiss Esme? Hi. Who's that? Era naughty. Look. കയ്യും കാലൊക്കെ എടുത്ത് അടിച്ച് അമ്മോട് വരും. അമ്മ പുറത്തല്ലേ? You can. നിന്റെ അനീറ്റ നീ തൊട്ടോ, ഒരു കുഴപ്പമില്ലടാ. Oh, she's pulling back. Nah, she's all good. Must be doing some exercise. നീ എടുത്തോടാ, all good. I think you're just pulling it. പറക്കാലം കൂടി കുഞ്ഞിക്കാലെ പിടിക്കുന്ന കുഞ്ഞിക്കാല്. Pinga,
Kiss them, da. Anywhere you want to kiss them. Kiss them. Of course, you have to kiss them. Yeah. Oh. She woke up. I knew she was gonna wake up. You see? അപ്പോൾ ഡേ 1 ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും ഗോൾഡ എവിടെയെന്ന്. ഗോൾഡ സർജറി കഴിഞ്ഞിട്ട് കുട്ടികളെ കാണാൻ ഇപ്പോൾ വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഈ പൃങ്ങുനെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അവിടെയുള്ള ഒരു നേഴ്സിനോട് ചോദിച്ചു ഗോൾഡ എപ്പോഴാണ് ഇങ്ങോട്ട് വരികയെന്ന്. സെയിം ടൈമിൽ എനിക്കൊരു കോൾ വന്നു റിക്കവറിന്ന്. ഗോൾഡയ്ക്ക് കുറച്ച് എന്തോ അനസ്തെറ്റിക്സ് കൊടുത്തതിൽ എന്തോ ചെറിയ അളവ് കൂടുകയോ അല്ലെങ്കിൽ എന്തോ പുള്ളിക്കാരി ആയിന്ന് റിക്കവറി ആയിട്ടില്ല, ചെറുതായിട്ട് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോൾ വന്നു. ആ കോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇട്ടിട്ട് ഓടുകയാണ്. കാരണം അതിൻ്റെ 2 ദിവസം മുന്നേ 3 ദിവസം മുന്നെയാണ് അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞത് ഇതുപോലെ ഒരു സിസേറിയൻ കഴിഞ്ഞിട്ട് ഒരു ചേച്ചി മരിച്ചു പോയി. ആ സമയത്ത് ഒന്നാമത്തെ കാര്യം ഏത് മനുഷ്യനാണെങ്കിലും അല്ലേ ഒരുപാട് ഇമോഷനിലൂടെ കടന്നു പോവുകയാണ്. നമ്മളതിൻ്റെ വേസ്റ്റൊക്കെ ചിന്തിക്കും. ഞാൻ അവിടെ നിന്ന് ഗോൾഡേനെ അടുത്തേക്ക് ഓടുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഗോൾഡേനെ കണ്ട ഭാഗവും അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ NICUലേക്ക് മാറ്റുന്നതും അവിടെ നിന്ന് ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ, കാരണം ഇപ്പോൾ ഓൾറെഡി ഒരുപാട് വലുതായിട്ടുണ്ടാവും വീഡിയോ. അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു പാർട്ട് 2 ആഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത കാണാൻ. അതുവരെയും ബൈ ഫോർ നൗ, ബൈ ബൈ.